മില്ലറ്റുകളെ പറ്റി ധാരാളം കേൾക്കുന്നുണ്ടെങ്കിലും അവയുടെ ഗുണത്തെപ്പറ്റി അറിയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പാചകം പലർക്കും ഒരു കീറാമുട്ടി തന്നെയാണ്. വളരെ രുചികരമായും എന്നാൽ ഔഷധ ഗുണത്തോടും കൂടി ഒരു മില്ലറ്റ് വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു മഞ്ഞളിലയാണ്. ഇതിന് പകരമായി നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഇലകൾ, വാഴയിലയോ കുരുമുളകിലയോ തേക്കിലയോ അങ്ങനെ ലഭ്യമായ ഇലകൾ ഈ ആവശ്യത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ജോവർ എന്ന മില്ലറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മണിച്ചോളം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് നന്നായി കുതിർത്ത ശേഷം വൃത്തിയായി കഴുകി ഉണക്കി കരടെല്ലാം മാറ്റി എടഞ്ഞ് വെച്ചിരിക്കുന്ന മില്ലറ്റിൻ്റെ പൗഡറാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കരിപ്പെട്ടി നന്നായി വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കുക. കാരണം കരിപ്പെട്ടി പിന്നീട് അരിച്ചെടുക്കണം. കാരണം മണ്ണ് മറ്റ് അഴുക്കുകളും എല്ലാം ഇതിനുണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നീട് നമ്മൾ തേങ്ങ തിരുങ്ങിയതിന് ശേഷം അതിലേക്ക് ഈ കരിപ്പെട്ടി ആഡ് ചെയ്യുക. നന്നായി അരിച്ച ശേഷം ആഡ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് അല്പം ഏലക്കാപ്പൊടി, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം ജീരകം, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മഞ്ഞൾ ഇലയിൽ എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇപ്പം ഞാൻ ഇതിനകത്ത് തേങ്ങയുടെ കൂടെ തന്നെ ഒരു ഏത്തപ്പഴം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് അവരവരുടെ ഇഷ്ടമാണ്. ഏത്തപ്പഴം കൂടാതെ തന്നെ നമുക്ക് പുഴുങ്ങിയ പയർ ആഡ് ചെയ്യാം. അത് അവരവരുടെ രുചിക്കും ഇഷ്ടത്തിനും അനുസരിച്ചാണ് അത് ആശ്രയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ മടക്കി ഇതുപോലെ ആവി കയറ്റി ഇടയ്ക്കൊന്ന് തിരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നോക്കണം. ഇങ്ങനെ നല്ല രുചികരമായിട്ട് നമുക്ക് മഞ്ഞൾ ഇലയട ശരിയാക്കി എടുക്കാം. വളരെ രുചികരമാണ്. അതുപോലെ ഇതിൻ്റെ ആ മണമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്തതാണ്. വളരെ ഫ്ലേവർഫുൾ ആണെന്ന് പറയാം. അത്രയും ടേസ്റ്റാണ്. അതുപോലെ തന്നെ സുഗന്ധപൂരിതമായിട്ടുള്ള മഞ്ഞൾ ഇലയട റെഡിയാണ്. ഇത് ഏത് മില്ലറ്റ് പൊടി കൊണ്ടും നിങ്ങൾക്ക് ചെയ്യാം.